ചോദിക്കേ ഇത് ഫെമിനിസ്റ്റ് ചായവുള്ള പടമാണോന്നാണ് ഇവർ ചോദിക്കുന്നത്. അല്ല, എന്ത് നമ്മൾ പറഞ്ഞാലും അത് ഫെമിനിസത്തിലേക്കോ അല്ലെങ്കിൽ പറയുന്ന ആളെ ഫെമിനിസ്റ്റ് ആക്കി കളയണം. ഇത് സ്ത്രീകളല്ലോ, പുരുഷന്മാരല്ലേ കണ്ട്, അവരല്ലേ മനസ്സിലാക്കേണ്ടത്. മലയാളത്തിൽ ഇങ്ങനെ ഒരു ഇതുപോലൊരു കണ്ടന്റിൽ ഒരു സിനിമ വന്നിട്ടില്ലല്ലോ. ഭാര്യയ്ക്ക് സംഭവിക്കുമ്പോൾ അത് ഭർത്താവിൻ്റെ അവകാശമാണെന്നും ഭർത്താവിന് സംഭവിക്കുമ്പോൾ അത് ഭാര്യയുടെ അവകാശമാണെന്നും പറയുന്നിടത്താണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷൻ നമ്മുടെ സിനിമ കൊണ്ട് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പം നമ്മുടെ ബോഡിയുടെ അവകാശം നമ്മളുടെയാണ്. അപ്പം നമ്മുടെ ഇഷ്ടമല്ലാതെ ഒരാൾ നമ്മളെ തൊടില്ല. ഷൈൻ അടിപൊളിയായിട്ടുണ്ട്. ആ പീഡനം അല്ലേ പരിപാടി, അത് കാരണം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് ഈ ഒരു ക്യാരക്ടറിന് ചിലപ്പോൾ ഒരു ഇമേജിൻ്റെ ഒരു ചിലപ്പോൾ കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കുമല്ലോ. കാരണം ഞാൻ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ സമയത്ത് ഇവിടെ എൻ്റെ അടുത്ത് ഇവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ പീഡനങ്ങളൊക്കെയാണ്. ഇത് സ്ത്രീകളല്ലോ, പുരുഷന്മാരല്ലേ കണ്ട്, അവരല്ലേ മനസ്സിലാക്കേണ്ടത് അല്ലേ. പുരുഷന്മാരെന്നെ മോശമായിട്ട് പെരുമാറുന്നത്, അത് പുരുഷനൊന്നും സ്ത്രീകളൊന്നുമില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആദ്യം നമ്മൾ ഒരാളോട് തുറന്നു പറയാൻ നമുക്ക് പറ്റണം. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ആദ്യമേ കണ്ടുപിടിക്കപ്പെട്ട നമുക്ക് ഒരുപക്ഷെ ഇതിന് ചികിത്സകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അല്ലാതെ ഇത് ഓപ്പണായിട്ട് പെട്ടെന്ന് ഒരു ദിവസം ആളുകളുടെ മുന്നിൽ വിളിച്ചു പറയുന്നതോട് കൂടിയിട്ട് അയാളുടെയും അയാളെ ചുറ്റുപറ്റി നിൽക്കുന്ന ഒരുപാട് പേരുടെ ജീവിതം ഇതുപോലെ ഭയങ്കര സംഘർഷപരിതമാവും. അപ്പോൾ അതിനു മുന്നേ ഇത് അറിയുന്ന സമയങ്ങളിൽ തന്നെ ഇതിനു വേണ്ട കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്ന ആളുകളും ഇതിന് ചികിത്സിക്കാൻ പറ്റുന്ന ഡോക്ടേഴ്സൊക്കെ ഇന്നത്തെ കാലത്തുണ്ടല്ലോ. അപ്പോൾ മുൻകരുതലുകൾ എടുക്കുന്ന രീതിയിൽ ഇപ്പം അഞ്ജലിയുടെ ക്യാരക്ടർ ലാസ്റ്റ് പോയി സംഭവം നടക്കുന്നതിന് മുന്നേ കേസ് കൊടുക്കുന്ന പോലെയല്ല, ഡോക്ടറുമായി കൗൺസിലറുമായിട്ട് നമുക്ക് കണ്ട് സംസാരിച്ച് പരിഹരിക്കാവുന്നതുള്ളൂ. പലതും പലരുടെയും ബാല്യകാല അനുഭവങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അത് അവരെ കറക്റ്റായിട്ട് ലീഡ് ചെയ്യാനും കറക്റ്റായിട്ട് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇതേ ക്യാരക്ടർ ഈ സ്വഭാവത്തിന് നമ്മൾ നെഞ്ചിലേറ്റിയിട്ട് കാര്യമില്ല. ഈ സ്വഭാവം പോലെ ആവാതിരിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. ഒരു പെർഫോമൻസ് എന്ന രീതിയിൽ ഈ കഥാപാത്രം ചെയ്താൽ അല്ലെങ്കിൽ ആ പെർഫോമറെ നമുക്ക് നെഞ്ചിലേറ്റ് അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുകയോ ഒക്കെ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാൻ പറ്റും. സ്വഭാവത്തെ നമ്മൾ ഒരിക്കലും നെഞ്ചിലേറ്റി കൊണ്ടുപോകരുത് ഈ ക്യാരക്ടർ. ഭയങ്കര സന്തോഷം. കമൽ സാറിൻ്റെ ഒരു സിനിമയാണ് ഞാൻ പറയുന്നത്. ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ. നിങ്ങൾ കാണും, നമ്മുടെ ഇടയിൽ തന്നെയുള്ള കുറേ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സായിട്ട് തന്നെയാണ് ഷൈനും ഞാനും സ്വാസികയും ഒക്കെ എല്ലാം കാണേണ്ട ഒരു സബ്ജക്റ്റും പറയേണ്ട ഒരു സബ്ജക്റ്റുമാണ് കണ്ടിട്ട് പറയുന്നത്. ഹലോ, നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് പ്രേക്ഷകരുടെ കണ്ടപ്പോൾ? പ്രേക്ഷകർ കൂടെ ഇരുന്ന് കണ്ട എക്സ്പീരിയൻസ് നന്നായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിലാണല്ലോ അറിയുള്ളൂ എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസ് എന്നുള്ളത്. അതിന് വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റിംഗാണ്. നമ്മൾ ഇൻ്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, വളരെ സോഷ്യൽ റെലവൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സിനിമ കാണും, പ്രത്യേകിച്ച് സ്ത്രീകൾ സിനിമ കാണും, കുടുംബമായിട്ട് തന്നെ സിനിമ കാണേണ്ട സിനിമയാണ്. അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ് നമ്മളിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് പുറത്തിറങ്ങിയത്. ഇനി ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക റിവ്യൂ നമുക്കൊരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റിയിരിക്കും. ഞാൻ എയറിലായാലും വിവേകാനന്ദൻ വൈറലാവട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സിനിമ കാണുക, പേഴ്സണലായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? തിയേറ്ററിൽ നല്ല റെസ്പോൺസാണ്. ഞാനൊരു വർക്ക് ചെയ്ത ആളാണ്, നല്ല ക്യാരക്ടർ ചെയ്ത ആളാണ്. അപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് പടം ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ക്യാരക്ടർ ഇഷ്ടമാണ്. വിവേകാനന്ദം വൈറലാവോ? തീർച്ചയായിട്ടും. ഒരു മലയാളത്തിൽ ഇങ്ങനെ ഒരു ഇതുപോലൊരു കണ്ടന്റിൽ ഒരു സിനിമ വന്നിട്ടില്ലല്ലോ. വളരെ മനോഹരമായിട്ട് സാറ് ചോദിക്കേ ഇത് ഫെമിനിസ്റ്റ് ചായവുള്ള പടമാണോന്നാണ് ഇവർ ചോദിക്കുന്നത്. ആണോ? ഇത് ഒരു ഫെമിനിസ്റ്റ് ചായവുള്ള പടമാണോന്നാണ് ചോദിക്കുന്നത്. ഫെമിനിസം എന്ന് പറയുന്നത് എന്താ? ഇക്വാലിറ്റി ആണ്. എനിക്കൊന്ന് ഫെമിനിസം എന്ന് പറയുന്നതിൻ്റെ ബേസ് തന്നെ ഇക്വാലിറ്റി ആണ്. ഈ ഒരു സംഭവം കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ അതുകൊണ്ട്
നിങ്ങളാണ് പറയണത് ഫെമിനിസ്റ്റ് സിനിമയാണോ അല്ലെങ്കിൽ രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഫെമിനിസ്റ്റ് അത് നിങ്ങളത് രണ്ട് മൂന്ന് റിവ്യൂ വന്ന സമയത്ത് അങ്ങനെ ഒരു ഇത് വന്നായിരുന്നു. ഫെമിനിസ്റ്റ് ചായവുള്ള സിനിമയാണ്, സ്ത്രീകളെ നന്നായിട്ട് പൊക്കി. ഇതാരാണ് എടുത്തത്? ആരാണ് ഇതിന്റെ ഡയറക്ടർ സ്ത്രീ അല്ലല്ലോ. പുള്ളിയുടെ ലെൻസിലൂടെ അല്ലെങ്കിൽ പുള്ളിയുടെ കണ്ണിലൂടെ കാണുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം. കാരണം നമ്മളൊരു സിനിമ കാണുമ്പോൾ അത് ഫെമിനിസ്റ്റ് ആയിട്ടാണോ നമ്മൾ അതിനെ ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിലൊരു ശരിയുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കട്ടെ. അപ്പോൾ കമൽ സാറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് പേര് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ സംസാരിക്കണ്ടേ എവിടെയെങ്കിലും? വിവേകാനന്ദനെ പോലെ വിവേകാനന്ദനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരുപാട്, ഞാൻ പറയുന്നില്ല വിവേകാനന്ദനെ പോലെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അയാൾ ഒരു പക്ഷേ ചിലപ്പോൾ അയാളുടെ തെറ്റ് മനസ്സിലാക്കുമായിരിക്കും. പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ പോലും നമ്മൾ ഓപ്പണായിട്ടത് പറയണമെന്നുള്ളതാണ്. പറയാൻ സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാവട്ടെ, കണ്ടിട്ടെങ്കിലും ധൈര്യം ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ഇതിൽ സംസാരിക്കുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെ നടന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ. സ്വാസിക പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിൽ ചെറിയ അതിൻ്റെ ഒരു ചായവുണ്ട്. പക്ഷെ എവിടേക്കോ നമ്മൾ ഒരാൾക്ക് ഒരു ഊർജ്ജം കൊടുത്താലാണ് പുറത്തേക്ക് വരാനുള്ള ഒരു ധൈര്യം കിട്ടുള്ളൂ. അതിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് സംസാരിക്കുക, അതിന് വേണ്ടിയുള്ള ഹെൽപ്പ് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു അഭിമാനം എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അത് സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കാം. അതെ, ഉദ്ദേശം എന്താണ് മനസ്സിലായി? ഇത് ഫെമിനിസ്റ്റ് ആർക്കാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഫേസ് ചെയ്യാൻ പാടില്ല. ഫെമിനിസവും ബേസിക് ഹ്യൂമൻ റൈറ്റ്സും തമ്മിൽ രണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങളാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റൈറ്റ്സോ അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് മീഡിയ ആദ്യം മനസ്സിലാക്കണം. എന്ത് നമ്മൾ പറഞ്ഞാലും അത് ഫെമിനിസത്തിലേക്കോ അല്ലെങ്കിൽ പറയുന്ന ആളെ ഫെമിനിസ്റ്റോ ആക്കി കളയും. ഭാര്യയ്ക്ക് സംഭവിക്കുമ്പോൾ അത് ഭർത്താവിൻ്റെ അവകാശമാണെന്നും ഭർത്താവിന് സംഭവിക്കുമ്പോൾ അത് ഭാര്യയുടെ അവകാശമാണെന്നും പറയുന്നിടത്താണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അത് ഹ്യൂമൻ റൈറ്റ്സ് അവിടെ അപ്പോൾ ആരും ചർച്ച ചെയ്യാതിരിക്കുകയാണ്. നിയമ പോരാട്ടം ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അതിൻ്റെ പുറകെ നടക്കണമെന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഇതിന് കിട്ടുവാണെങ്കിൽ മാത്രമേ ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് ഒരാളുടെ ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയോടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് ചിലപ്പോൾ നമുക്ക് എല്ലാവരോടും പബ്ലിക്കലി ഓപ്പണായിട്ട് പറഞ്ഞ് നടക്കാനായിട്ട് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ പല ആൾക്കാർ പല ഉത്തരങ്ങളും പറയും. അപ്പോൾ അതൊരു ചർച്ചയാവട്ടെ, അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷൻ നമ്മുടെ സിനിമ കൊണ്ട് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അല്ലാതെ സ്ത്രീകൾ മാത്രം സംസാരിക്കട്ടെ, പുരുഷന്മാർക്ക് മാത്രം, അങ്ങനെയല്ല. രണ്ടുപേരും അതിലൊരു ചർച്ച വന്ന് അതൊരു പോസിറ്റീവായിട്ടുള്ള ചർച്ചയാവട്ടെ. നമ്മൾ സിനിമയുടെ എൻഡിൽ പറഞ്ഞ പോലെ ഇതൊരു ഉപദേശം നമ്മൾ ആർക്കും കൊടുക്കാനോ അങ്ങനെയൊന്നും എന്തായാലും പറ്റില്ല. അതുപോലെ ഇതിനൊരു നിയമപരമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും എന്തായാലും പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷനൊക്കെ പറയാൻ പറ്റുവാണെങ്കിൽ അത് നല്ലത്. അത് നമ്മുടെ സിനിമ കൊണ്ട് കിട്ടുന്നത് നമ്മൾക്കൊരു അഭിമാനമാണ്. കാരണം നമ്മുടെ ചുറ്റുവട്ടം കാണുന്ന എല്ലാ പെൺകുട്ടികൾക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി തന്നെ ആയിരിക്കും. കാരണം അവരുടെ ലൈഫിൽ ഒരു വട്ടെങ്കിലും നടന്നിട്ടുണ്ടാവണം. ഈ ടീനേജ് ആയിക്കോട്ടെ, ഏതൊരു പെൺകുട്ടികളുടെ ലൈഫിലായിക്കോട്ടെ, ഇങ്ങനൊരു സംഭവം എന്താണെങ്കിലും നടന്നിട്ടുണ്ടോ. അപ്പോൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നുള്ള രീതിയിലാണ് കമൽ സാർ എന്നോട് സ്റ്റോറി പറയുന്ന സമയത്ത് പല രീതിയിലുള്ള പെൺകുട്ടികൾ ഇതിൽ പറ്റും. അതായത് വിവേകാനന്ദൻ്റെ ഭാര്യ സ്വാസിക ചെയ്ത ക്യാരക്ടർ, ഗ്രേസ് ചെയ്ത ഗേൾ ഫ്രണ്ട് എന്നുള്ള ക്യാരക്ടർ ഒക്കെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഭാര്യ എന്നുള്ള ക്യാരക്ടർ വളരെ ഒന്നിനോടും പ്രതികരിക്കാതെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഗ്രേസ് ഗേൾ ഫ്രണ്ടായിട്ട് ചെയ്തത് നിവൃത്തികേടുകൊണ്ട് നിൽക്കുന്ന ക്യാരക്ടറാണ്. ഞാൻ ചെയ്ത ദിവ്യ എന്നുള്ള ക്യാരക്ടർ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ കുട്ടിയാണെങ്കിൽ പോലും ആവശ്യം കഴിയുന്നവരെ കൂടെ നിർത്തിയിട്ട് ആവശ്യം കഴിയുന്നവരെ ഇൻ ദ സെൻസ് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ നല്ല രീതിയിലൊരു ബാലൻസ് ചെയ്ത് പോയിട്ട് ഒരു നമുക്ക് ബാഡ് അടിക്കുന്നു തോന്നുന്ന സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പെൺകുട്ടികളും ഈ ജനറേഷനിലുണ്ട്. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ ദിവ്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത്. അതേപോലെ അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കുട്ടി എന്ന് പറഞ്ഞാൽ ന്യൂജനാണ്, ഏറ്റവും പുതിയ തലമുറയാണ്. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ ലൈവൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ക്യാരക്ടറാണ് അഞ്ജലി. അപ്പോൾ പല തരത്തിലുള്ള പെൺകുട്ടികളെയാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിലൊരു പാർട്ടാകാൻ പറ്റിയതിൽ വലിയ സന്തോഷം. അതും ഐ വുഡ് ലൈക്ക് ടു താങ്ക് കമൽ സർ ഫോർ ട്രസ്റ്റിംഗ് മീ ടു ഗിവ് ദിസ് റോൾ. കാരണം ഇത്രയും വലിയൊരു ഡയറക്ടറിൻ്റെ കൂടെ, അതും എൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഫസ്റ്റ് ഡെബ്യൂ ഫിലിപ്സ് ആണ്. അപ്പോൾ സെക്കൻഡ് മൂവിയിൽ തന്നെ ഇത്രയും നല്ലൊരു റോൾ എനിക്ക്
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഞാൻ എൻ്റെ ത്രില്ലിലാണ് ആക്ച്വലി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും പടം പോയി കാണണം. ഇതിൽ പറയുന്ന പോലെ മെസ്സേജ് മെയിനായിട്ട് മൈ ബോഡി മൈ പ്രൈഡാണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ അവകാശം നമ്മളുടെയാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടമല്ലാതെ ഒരാൾ നമ്മളെ തൊടില്ല. നമ്മൾ അതാണ് കമൽ സാറ് ഇതിൽ കൂടെ മേജറായിട്ട് പറയാൻ ഉദ്ദേശം. നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനെ കൊണ്ടും അതാണ് ഫൈനലായിട്ട് ഉദ്ദേശിച്ചൊരു സംഭവം. അപ്പോൾ അതിലൊരു പാർട്ടാവാൻ പറ്റിയതിൽ വളരെ സന്തോഷം. കമൽ സാർ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കമൽ സാറിൻ്റെ. കാരണം ആദ്യമായിട്ട് കഥ കേൾക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഒരു ഓഡിഷനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു പോയത്. പക്ഷെ സാറ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ പോലെ സാറിന് ചില ക്യാരക്ടേഴ്സിനെ കാണുമ്പം എന്തോ ഒരു ഐഡിയ തോന്നുമായിരിക്കും. അപ്പോൾ എൻ്റെ ടെൻഷനൊന്ന് സാറ് ഭയങ്കര കൂളാക്കിയിട്ടാണ് എല്ലാം കാര്യങ്ങളും ഡീൽ ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ലൊക്കേഷനിലാണെങ്കിലും സാറിൻ്റെ ഒരു രീതിയുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്ത് പോയപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ മൂവിയോട് വളരെ ഒരു ഇഷ്ടം കൂടിയുണ്ട് സാറിനോട് വർക്ക് ചെയ്തപ്പോൾ. നമ്മളെപ്പോഴും ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ ഏതൊരു റോൾ ചെയ്യുമ്പോഴും പിന്നെ അതിലൊരു എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്യാൻ ഉണ്ടാവും നമുക്കൊരു ഫീൽ ചെയ്യണം. എന്നാലല്ലേ നമുക്ക് പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫീലാണ്. ഇപ്പോഴത്തെ പുതുതലമുറ കാണേണ്ട ഒരു സിനിമയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ കാണേണ്ട ഒരു സിനിമയാണ്. പിന്നെ കമൽ സാറിനെ പോലുള്ള ലെജൻഡുകളായിട്ടുള്ള ആളുകളുടെ അവർ പറയുന്ന കഥ അല്ലെങ്കിൽ അവർ പറയുന്ന സിനിമ നമുക്ക് എത്ര കണ്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാന്നുള്ളതിനപ്പുറത്ത് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അവർക്ക്. അപ്പോൾ ഈ സിനിമ നിർബന്ധമായിട്ടും മുഴുവൻ ഫാമിലിയും വന്നിരുന്ന് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ നിർബന്ധമായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള പ്രൈവസിയും കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മങ്ങൾ മറന്നു പോകുന്നത്. അതിൻ്റെ എല്ലാവിധ ചേരുവകളോടുകൂടി നമ്മളെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് നല്ലൊരു സിനിമയാണ്. നല്ല സിനിമ.